രവികുമാർ എന്ന് പറയുന്നത് അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം താരമൂല്യമുള്ള ഒരു നടനായിട്ട് വളരുന്നത്. അതും ഐ.വി. ശശിയുടെ സിനിമയാണ്. ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം രവികുമാറിന് അതേപോലത്തെ കുറേ സിനിമകൾ അഭിനയിച്ച് രവികുമാർ ഹീറോ ആയിട്ടും കുറേ ഐ.വി. ശശിയുടെയും അല്ലാത്തവരുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ച് കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് മീൻ എന്ന് പറയുന്ന ഒരു സിനിമ. അത് അങ്ങാടിക്ക് ശേഷം, അങ്ങാടി 1980 വിഷുവിനാണ് റിലീസ് ചെയ്യുന്നത്. 80 ഓണത്തിന് റിലീസായ സിനിമയാണ് മീൻ. നമുക്കറിയാം മീൻ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും അതൊരു തൃശ്ശൂൽ എന്ന് പറയുന്ന ഒരു സിനിമ ഹിന്ദിയിലുണ്ടായിരുന്നു. തൃശ്ശൂലിൻ്റെയൊക്കെ ഒരു റീമേക്കാണോ അതോ റീമേക്കിനാണോ എന്ന് പറയുന്നത്. തൃശ്ശൂലാണ് ആദ്യം റിലീസായത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. അതിൽ മധുവും ജയനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, അച്ഛനും മകനുമാണ്. അതായത് അതിൻ്റെ ചിലപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. അതിലൊരു മധു ഒരു മത്സ്യത്തൊഴിലാളിയാണ്. മധുവിന് ഒരു ശ്രീവിദ്യയിലൊരു കുട്ടി ഉണ്ടാവുന്നു. പക്ഷെ മധു അത് അറിയുന്നില്ല. പിന്നീട് ആ കുട്ടി അച്ഛനില്ലാതെ വളരുന്നു. പിന്നീട് വേറൊരു വിവാഹം കഴിച്ച് അതിലൊരു പെൺകുട്ടി ജനിക്കുന്നു. മധു വലിയൊരു വലിയൊരു മുതലാളിയായി മാറുന്നു. പിന്നീട് ഈ മകൻ അച്ഛനോടുള്ള ഒരു വാശിയിൽ അച്ഛനെ തേടി വന്ന് അച്ഛനെ എതിർത്ത് നിന്ന് അച്ഛനെക്കാട്ടും വലിയൊരു ബിസിനസ്സുകാരനാവാൻ വേണ്ടി ഒരു അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണത്. ശരിക്കും നല്ലൊരു മാസ് മസാല സിനിമ തന്നെയാണത്. ഇത് പിന്നീട് തമിഴിലൊക്കെ കമലഹാസൻ ചെയ്തിട്ടുണ്ട്. അതിൽ കമലഹാസൻ തന്നെയാണ് അതിൽ ഡബിൾ റോൾ ചെയ്തത് അച്ഛനും മകനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ആ സിനിമ കാണാത്തൊരു സിനിമയൊന്ന് കാണാം. അപ്പോൾ പറഞ്ഞു വന്ന അതിൽ ഒരുവിധ എല്ലാ താരങ്ങളുണ്ട്. മധുവും ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ജയനുമാണ് പ്രധാനപ്പെട്ട റോള്. പിന്നെ അംബികയും ശ്രീവിദ്യയും ഒരുപാട് പേരുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തതാണ് ജോസ്. നമുക്കറിയാം അതിൽ ഉല്ലാസപുത്രികൾ എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ആ പാട്ട് സീനിൽ അഭിനയിച്ചത് ജോസാണ്. അപ്പോൾ അന്ന് ഈ രവികുമാറിനെ മറ്റൊരു റോളിലേക്ക്, വേറൊരു വേഷത്തിലേക്ക് ഐ.വി. ശശി കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ രവികുമാറിന് ജോസ് ചെയ്ത ആ വേഷമാണ്. കാരണം അതിലാണ് കുറച്ചും കൂടി റൊമാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു വേഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐ.വി. ശശി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രവികുമാറിന് എന്തോ മറ്റേ വേഷം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ.വി. ശശി രവികുമാറിനെ കട്ട് ചെയ്തു. പകരം കുണ്ട്ര ജോണി എന്ന് പറയുന്ന നടനാണ് ആ ഒരു വേഷം ചെയ്തത്.